കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 61. ഹരിനാമകീർത്തനം ശ്ലോകം 61. സത്യം വദാമി മമ ഭൃത്യാദിവർഗമതുമർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനും ഇഹ തൃക്കാൽക്ക വീണു ഹരിനാരായണായ നമ. ഇത് സർവാത്മന സർവസമർപ്പണം ചെയ്യുന്ന ഒരു ശ്ലോകമാണത്. വളരെ നല്ല ശ്ലോകമാണ്. നമ്മളെ കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി എന്നൊക്കെ നമ്മൾ ഇതുപോലെ സമർപ്പണ ശ്ലോകങ്ങൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു ശ്ലോകം തന്നെയാണ് സർവസമർപ്പണത്തിനെ പറ്റി പറയുന്ന ഒരു ശ്ലോകമാണ്. അങ്ങനെ എനിക്ക് സർവം അങ്ങയിൽ സമർപ്പിക്കാനുള്ള മനോഭാവം തന്ന് അനുഗ്രഹിക്കണേന്ന് നമുക്ക് ഉള്ളൊരു പ്രാർത്ഥനയായിട്ട് എടുക്കാം. എഴുത്തച്ഛൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ, എഴുത്തച്ഛൻ ജ്ഞാനിയാണ്, സർവം സമർപ്പണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ സാധിക്കാൻ പറ്റാത്ത ഭക്തന്മാർക്ക് ഈശ്വര അങ്ങനെ സാധിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണേന്ന് ഹരിനാരായണായ നമഃ ഇതിനെ എടുക്കാം നമുക്ക്. അപ്പം നമുക്ക് അർത്ഥം നോക്കാം. സത്യം വദാമി, ഇതാ ഭഗവാനെ ഞാൻ ഇതാ സത്യം ചെയ്യണു. എന്ത്? മമ ഭൃത്യാദിവർഗമതു, എൻ്റെ ഭൃത്യന്മാരെ മുതലായ എന്നെ സഹായിക്കണവരെയും കളത്ര ഗൃഹപുത്രാദിജാല മതും, അതായത് കളത്ര ഭാര്യ, ഗൃഹം, പുത്രന്മാര്, ധനം, അങ്ങനെ എല്ലാവരെയും ഒക്കെ മീൻസ് അങ്ങനെ എല്ലാം ഞാൻ എൻ്റെയും എല്ലാതും ത്വതർപ്പണമാക്കിയിട്ട് അങ്ങയ്ക്ക് സമർപ്പണം ചെയ്ത് ഞാനും ഇഹ തൃക്കാൽക്ക വീണ, ഞാനും എന്നെ തന്നെയും ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ശരണാഗതി അടയുന്നു എന്നാണ് ഏകദേശം പറയണത്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു ശരണാഗതി മനോഭാവം ഞങ്ങൾക്ക് നൽകണേ ഹരിനാരായണായ നമ എന്ന് പറയാം. ഇദ്ദേഹം ശരണാഗതി അടയുന്നു എന്ന് തന്നെ പറഞ്ഞു അല്ലേ, അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്, പറയുക മാത്രമല്ല പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറ്റാത്തോടത്തോളം കാലം ഈശ്വര അങ്ങനെ പറ്റണേ, അതിനനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിൽ എന്താ, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം കഥകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ സർവസമർപ്പണം. അപ്പം അവനവനെയും നമ്മൾ അവനവൻ്റെ സ്വന്തമാണെന്ന് നമ്മൾ വൃഥാ ധരിക്കുന്ന എല്ലാറ്റിനെയും ഭഗവാന്റെ ആണ് അതെല്ലാം, അഥവാ എൻ്റെ ശരീരമടക്കം ഒക്കെ ഭഗവാൻ നൽകിയതാണെന്നും അതെപ്പോൾ വേണമെങ്കിലും ഭഗവാന് തിരിച്ചെടുക്കാമെന്നും ഉള്ള അറിവ് ഉണ്ടായിട്ട്, അങ്ങനെ ആ ബോധമുണ്ടായിട്ട് എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നതിനെയാണ് നമ്മൾ പറയുക എന്താ, സർവാത്മനാ സമർപ്പണഭാവം എന്ന്. അതിനെയാണ് സർവാത്മനാ സമർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളേതായിട്ട് ഒന്നുമില്ല അവിടെ, എല്ലാം ഭഗവാന്റെയാണ്. അത് ഭഗവാൻ തന്നെ സമർപ്പിക്കണു എന്ന് ഞാനടക്കം, എന്ന് എന്നെ അടക്കം ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പണം ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുക, സർവാത്മനാ സർവസമർപ്പണം എന്നൊക്കെ പറയുക. ഇങ്ങനെ നമ്മൾ ഭഗവാനിലെല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭക്തൻ ചെയ്യണ എല്ലാം എന്താവും, ഈശ്വരാരാധനയാവും. ഇല്ലേ, ആലോചിച്ച് നോക്കൂ, എല്ലാം ഭഗവാൻ അർപ്പിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാം ഈശ്വരനുള്ള ആരാധനയാണ്. അതാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഞാനത് പറഞ്ഞു നിശല്യ, വേറൊരു കഥ ഇപ്പം ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു നിശല്യ കേട്ടോ. ഈ ഹരിനാമകീർത്തനത്തിലെ അങ്ങനൊരു കഥ ഉണ്ടല്ലോ, ഞാൻ ഭക്തപ്രിയയിൽ പണ്ട് വായിച്ചാണ്. ചന്ദ്രാവലി തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭക്ത എഴുതിയതാണ്. അതായത് ഒരു സ്ത്രീക്ക് എപ്പോഴും വീട്ടുപണികളാണ്. അപ്പോൾ ഒരു സ്വാമിയോട് ചോദിച്ചു, ഒരു ഗുരുവിനോട് ചോദിച്ചു, എന്താ ചെയ്യുക, എനിക്കൊന്നിനും സമയമില്ല, അപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും, ഞാൻ വീടാന്തരം നടന്ന് പണിയെടുക്കുകയൊക്കെയാണ്, എനിക്കതിനുള്ള അറിവുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഭഗവാനെ എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയില്ലേ, എന്താ ചെയ്യുക ചോദിക്കുമ്പോൾ ആ സ്വാമി പറയും, ചെയ്യണതെല്ലാം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ്
ചെയ്യുക, ശരിക്കും മനസ്സുകൊണ്ടും ശ്രീകൃഷ്ണൻ അർപ്പിച്ചിട്ട് എല്ലാ കാര്യവും ചെയ്തോളൂ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിലിങ്ങനെ പണിയെടുക്കുമ്പോൾ ചണ്ടിത്തൊക്കെ എടുത്ത് കളയാണ്, അതായത് ഒക്കെ വാരി കൂട്ടി പിന്നെ ട്രാഷിലിടാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അങ്ങനെ അത് പിന്നെ ശ്രീകൃഷ്ണാർപ്പണ വസ്തു പറഞ്ഞിട്ട് ആ ട്രാഷിലേക്ക് ഇട്ടു, ഈ ഇതിലേക്ക് ഇട്ടു. ആ സമയത്ത് നാരദൻ അതിങ്ങനെ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ നാരദൻ എന്താണ് ഇങ്ങനെ ഈ വൃത്തികേടൊക്കെ അടിച്ചു കൂട്ടി ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട സ്ഥലത്ത് കൊണ്ടിടണ ഈ സ്ത്രീ എന്തൊരഹങ്കാരി, ഈ വൃത്തികേടൊക്കെ ഭഗവാനെ അർപ്പണം ചെയ്തു അർപ്പണം ചെയ്യുക വേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യം വന്നു നാരദന്. നാരദൻ ആ സ്ത്രീയെ അടിച്ചു എന്നാണ്, എന്താ കവിളത്തെ കഥയാണ് കേട്ടോ. അപ്പോൾ ആ സ്ത്രീ ആ അടി കൊള്ളണ അടിച്ചപ്പോഴും അടി കൊണ്ടപ്പോഴും ശ്രീകൃഷ്ണാർപ്പണ വസ്തു പറഞ്ഞു. കാരണം എല്ലാം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്ന് എടുക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് കൊണ്ട കളയുമ്പോഴും ശ്രീകൃഷ്ണാർപ്പണ വസ്തു പറഞ്ഞു. അത് കണ്ട് നാരദൻ ദേഷ്യപ്പെട്ട് അടിച്ചപ്പോഴും ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞു. അത്ര ഭക്തി ചെയ്യുന്നു ആ സ്ത്രീക്ക്, എല്ലാം സർവ്വസമർപ്പണമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. നാരദൻ ഇങ്ങനെ ഭൂമിയിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണല്ലോ പണി 14 ലോകത്തിലും. അപ്പോൾ അതിനിടയ്ക്ക് വൈകുണ്ഠത്തിലും പോവും. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ് വൈകുണ്ഠത്തിലേക്കാണ് നേരെ പോയപ്പോൾ ഭഗവാൻ താടിക്ക് കൈ ഇങ്ങനെ കുത്തിയിരിക്കണു. കുറച്ച് വിഷണ്ണനായിട്ട്, ഒരിക്കലും ഭഗവാൻ വിഷണ്ണനായി കാണില്ല. മാത്രമല്ല താടിയുടെ അവിടെ കുറച്ച് നീരുണ്ട്. അപ്പം ഭഗവാൻ ചോദിച്ചു, ഇതെന്താ അത് ഭഗവാന് അസുഖങ്ങളോ? ഭഗവാൻ തന്നെ ധന്വന്തരമൂർത്തിയായി വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണു. അങ്ങനെ അതായത് എല്ലാവരുടെയും വൈദ്യനാണ്, ഭിഷഗ്വരനാണ് അല്ലേ, ജഗത്തിൻ്റെ മുഴുവൻ ഭിഷഗ്വരനാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പോൾ ദണ്ണം വന്നാൽ എന്താ ഇപ്പം ഉണ്ടാവുക? എന്താ അതിങ്ങനെ ഇരിക്കുക, എന്താ ഭഗവാൻ എന്ത് പറ്റി ചോദിച്ചോ പറഞ്ഞു ഭഗവാൻ. നാരദ, ആ അടിയുടെ ശക്തി ഭയങ്കരമാണ് കേട്ടോ പറഞ്ഞു. അപ്പോഴാണ് നാരദന് മനസ്സിലായത്. എന്താ അറിയോ, ആ സ്ത്രീ അടിച്ചപ്പോൾ ആ സ്ത്രീ അതും ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞു ഭഗവാന് കൊണ്ടു. അപ്പം അങ്ങനെ ഉള്ള ഒരു അത്ര അർപ്പണ മനോഭാവം ഉണ്ടായി ആ സ്ത്രീക്ക്. അതാണ് ഭക്തിക്ക് അറിവൊന്നും വേണ്ടല്ലോ, ഗോപികമാർക്കൊക്കെ അങ്ങനല്ലേ. അപ്പോൾ ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി. അപ്പോൾ ആ സ്ത്രീ യേശില്ല, ഒക്കെ ഭഗവാനെ ഏറ്റെടുത്തോളും. അതാ പറഞ്ഞ കർത്തൃത്വം ഭോക്തൃത്വം ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല, അത് നമ്മളെ അല്ലേ മുമ്പേ. അതെ, അപ്പോൾ അതാണ് ശരിക്കും, അതായത് പിന്നെ സർവാത്മന ശരണാഗതി അടയാൻ. ഇത് ഇനി പിന്നെന്താണ്, ഈ സമ്പൂർണ്ണ ശരണാഗതി തന്നെയാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ സമ്പൂർണ്ണ ശരണാഗതി, അതായത് ഭഗവാനെ എല്ലാം അർപ്പണമായിട്ട് ചെയ്താൽ എന്താ അറിയോ, നമുക്ക് ഞാനാണ് ചെയ്യണമെന്നുള്ള ഭാവമില്ല, അതിൻ്റെ ഫലം ഞാനാണ് അനുഭവിക്കണമെന്നുള്ള ഭാവമില്ല. കാരണം നമ്മൾ ഭാഗവതത്തിൽ പറഞ്ഞുല്ലോ, ഭാഗവത ധർമ്മത്തിൻ്റെ ഡെഫിനേഷൻ എന്താ, നമ്മൾ ചെയ്യുന്നതൊക്കെ ഫലാപേക്ഷ കൂടാതെ ഭഗവത് അർപ്പണമായിട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഒരു ഇതുണ്ട്, എല്ലാം നല്ലതേ ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാനെ അർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വാക്കേ പറയാൻ പറ്റുള്ളൂ, വാക്കുകൊണ്ടുള്ള അർച്ചന അല്ലേ, നല്ല കാര്യങ്ങളെ കൈകൊണ്ട് ചെയ്യാവൂ, കൈകൊണ്ടുള്ള പൂജ, നല്ല ദിക്കിലേക്ക് നമ്മൾ പോവാവൂ, കാലുകൊണ്ടുള്ള പ്രദക്ഷിണം, എല്ലാം നമുക്ക് നല്ല കാര്യങ്ങളെ കാണാവൂ, നല്ല കാര്യങ്ങളെ കേൾക്കാവൂ, എല്ലാം. അപ്പം എന്താ വെച്ചാൽ അപ്പോൾ അവനോൻ ചെയ്യാന്നുമില്ല, അവനോന് അതിൻ്റെ ഫലം ഞാനാണ് അനുഭവിക്കണമെന്ന് നാട്ടിലെ ഈ സ്ത്രീക്ക് ഉണ്ടായ പോലെയാണ്. അടി കൊണ്ടപ്പോഴും കൃഷ്ണാർപ്പണമസ്തു ആ അടിയും ഭഗവാനായിട്ട് സമർപ്പിച്ചു. അങ്ങനെയാണ് വെച്ചാൽ അപ്പോൾ ഒന്നും അവനോന് ഭോക്തൃത്വം കർത്തൃത്വം ഇല്ല എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ ശരിക്കർത്ഥം, കർമ്മബന്ധനവും ഇല്ല. അപ്പോൾ മനസ്സ് വളരെ ശുദ്ധവും. അങ്ങനെ ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം ഉദിക്കുമ്പോൾ നമ്മുടെ സഞ്ചിത കർമ്മവും ആഗാമിക കർമ്മവും ഒക്കെ പോവും. ചിലപ്പോൾ പ്രാരബ്ധകർമ്മം അപ്പം തന്നെ പോയി സദ്യവും മുക്തി കിട്ടും. അല്ല, പ്രാരബ്ധകർമ്മം കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ആ ദേഹത്തിൽ ജ്ഞാനിയായിട്ട് ഇരിക്കും. ദേഹം വീഴുമ്പോൾ തിരിച്ചൊരിക്കലും വരണ്ടാത്ത പുനരാവർത്തിരഹിതമായ മോക്ഷവും ലഭിക്കും. മരണമല്ല, അമൃതത്വം കിട്ടും അല്ലേ. അതാണ്. അപ്പോൾ എപ്പോഴും നമ്മളെ കംപ്ലീറ്റ്ലി ഭഗവാനെ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ ഭഗവാൻ അത് ടേക്ക് ഓവർ ചെയ്യും. നമുക്ക് എത്ര ഉദാഹരണങ്ങൾ അങ്ങനെ. മഹാബലി സർവ്വസമർപ്പണം ചെയ്തു ഇല്ലേ, ആത്മനിവേദനം, അവനവനെ നിവേദിച്ചു. അപ്പം എന്താ ഉണ്ടായേ, ഭഗവാൻ പറഞ്ഞു സുതലത്തിൽ പോയിരുന്നോളൂ, ഞാൻ അവിടെ അങ്ങയുടെ
ഗാർഡായിട്ട് രക്ഷകനായിട്ട് എന്നും നിൽക്കും എൻ്റെ സുദർശനൻ എന്ന് പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്ത ജന്മം ഇന്ദ്രനാവെന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ സുതലത്ത് പോയിരുന്നോളൂ, ഞാൻ അവിടെ അങ്ങേക്ക് രക്ഷകനായിട്ട് എൻ്റെ 24 മണിക്കൂറും സുദർശനൻ നിൽക്കും പറഞ്ഞു. അങ്ങനെ രക്ഷകനായി സർവസമർപ്പണം ചെയ്ത മഹാബലിയുടെ. പിന്നെ അംബരീഷൻ അതിപരമഭക്തനായിരുന്നല്ലോ. അപ്പം എന്താ, ഈ ദുർവാസാവ് വന്ന് ദേഷ്യം വന്ന് ജഡ അടിച്ച് കൃത്യം വന്നപ്പോൾ അഗോചരനായിട്ട് അവിടെ അഗോചരമായിട്ട് നിന്നിരുന്നു സുദർശന ചക്രം. ആർക്കും കാണാൻ വയ്യാത്ത വിധത്തിൽ, ഈവൻ അംബരീഷിന് അറിയാത്ത വിധത്തിൽ വേഗം ആ ഉടനെ കൊന്നു എന്ന് മാത്രമല്ല, സുദർശന ചക്രം ദുർവാസാവിൻ്റെ പിന്നാലെ പോയി. ദുർവാസാവ് ബ്രഹ്മലോകത്തിൽ പോയി ബ്രഹ്മാവിനോട് രക്ഷിക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ലേ പറഞ്ഞു. കൈലാസത്തിൽ പോയി ശിവഭഗവാന് പറ്റില്ലേ പറഞ്ഞു. വൈകുണ്ഠത്ത് പോയി വിഷ്ണു ഭഗവാനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ വിഷ്ണു ഭഗവാൻ, എനിക്ക് സഹായിക്കാനാവില്ല, ഞാൻ ഭക്തപരാധീനനാണ്, അസ്വതന്ത്രനാണ്. അഹം പരാധീനോ അസ്വതന്ത്ര ഇല്ലേ പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദുർവാസാവേ, ഞാൻ ഭക്തന്മാർക്ക് അധീനനാണ്, ഞാൻ അസ്വതന്ത്രനാണ്. അതുകൊണ്ട് അംബരീഷിൻ്റെ കാൽക്കൽ തന്നെ ചെന്നിട്ട് മാപ്പ് പറഞ്ഞോളൂ, എന്നിട്ട് അംബരീഷൻ തന്നെ എന്നോട് പറഞ്ഞാലേ എനിക്കിത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഏത് തീർച്ചയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് സർവാത്മനാ ശരണാഗതി അടയുന്നത്, അവരുടെ കാര്യം ഭഗവാൻ ഏറ്റെടുത്തോളും, കംപ്ലീറ്റ്ലി ഏറ്റെടുക്കും. അതാണ് ഭഗവാന്റെ ശ്രീരാമഭഗവാനും ഇത് പറയുന്നുണ്ടല്ലോ, സഹൃദേവ പ്രപന്നായ തവാസ്മീതി ചയാചതേ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ. എന്നെ ആശ്രയിച്ചവരെ രക്ഷിക്കലാണ് എൻ്റെ വ്രതം എന്ന് തന്നെ പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഈ മാർക്കട ന്യായവും മാർജാര ന്യായവും ഒക്കെ പറയണത് അല്ലേ. മാർക്കട ന്യായത്തിൽ കുരഞ്ഞൻ കുട്ടി കുരഞ്ഞനെ പിടിക്കുകയാണ്. അപ്പോൾ വീഴാണ്ടിരിക്കാൻ കുരഞ്ഞൻ കുട്ടി എന്നെ ശ്രദ്ധിക്കണം, അങ്ങട് പിടിക്കുകയാണ്. അതായത് എൻ്റെ ഭഗവാൻ എന്ന് പറയണതാണത്രേ, അത് അങ്ങനെ പറയും. ഇതിലൊന്ന് ഞാൻ വായിച്ചു അങ്ങനെ. പിന്നെ പൂച്ച അങ്ങനെയല്ല, പൂച്ചക്കുട്ടി എങ്ങനെയാണ് ഒരു ദിക്കിന്ന് വേറൊരു ദിക്കിലേക്ക് ചെറിയ കുട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ അതിന് വേദനിക്കാതെ കടിക്കും. എന്നിട്ട് പൂച്ചയാണ് അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം. പൂച്ചക്കുട്ടിക്ക് അവിടെ അങ്ങനെ കിടക്കേ വേണ്ടു വായുടെ ഉള്ളിൽ. മറ്റേ കുരഞ്ഞൻ കുട്ടിക്കാണെങ്കിൽ വീഴാണ്ട് അവനവൻ പിടിക്കണേ, അവനവന് ഭാരമുണ്ട്. മറ്റേത് പൂച്ചക്കുട്ടിക്കൊന്നുമില്ല, കംപ്ലീറ്റ്ലി അമ്മയുടെ രക്ഷയിലാണ് ഇരിക്കുന്നത്. അതുപോലെയാണെന്നാണ് പറയുക. നമ്മൾ സർവാത്മനാ ശരണാഗതി അടഞ്ഞാൽ നമുക്ക് ആ പൂച്ചക്കുട്ടിയെ പോലെ ഒന്നും അറിയണ്ട, വേദനിക്കാണ്ട് അമ്മ കടിച്ച് എവിടേക്കാണോ കൊണ്ടുപോയിച്ച അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ. അതേപോലെ ഭഗവാൻ നമ്മൾ സർവാത്മനാ ശരണാഗതി അടഞ്ഞാൽ നമ്മുടെ എല്ലാ യോഗക്ഷേമം പറഞ്ഞില്ലേ, യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറഞ്ഞുല്ലോ ഭഗവാൻ, യോഗക്ഷേമം മുഴുവൻ വഹിക്കും. അപ്പോൾ ഇതിൽ എഴുത്തച്ഛൻ ജ്ഞാനിയാണ്, അദ്ദേഹം ശരണാഗതി അടയുന്നു എന്ന് പറഞ്ഞു. അതേസമയം നമുക്ക് ഈ ശ്ലോകം ചെല്ലുമ്പോൾ ഭഗവാനെ അതുപോലെ സർവാത്മനാ ശരണാഗതി അടയാനുള്ള അനുഗ്രഹം, അങ്ങനൊരു മനോഭാവം ഉണ്ടാവാനുള്ള അനുഗ്രഹം നൽകിയാൽ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് ഹരിനാരായണായ നമഃ വളരെ നല്ലൊരു ഒരു ഇതാണത്. കാരണം സമ്പൂർണ്ണ ശരണാഗതിയെ പറ്റി തന്നെയാണ് പറയണത്. അങ്ങനെ സമ്പൂർണ്ണ ശരണാഗതിയായാൽ നമുക്ക് പിന്നെ ഈ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല, അപ്പോൾ കർമ്മബന്ധനം ഉണ്ടാവില്ലേ. അപ്പോൾ മനസ്സ് നല്ല പരിശുദ്ധമാകുമ്പോൾ പിന്നെ ഈശ്വര കൃപ ഉണ്ടാകുമ്പോൾ നമുക്ക് ജ്ഞാനോദിക്കുമ്പോൾ നമുക്ക് ഈ ജന്മം തന്നെ മോക്ഷം കിട്ടുമെന്നാണ് പറയണത്. സദ്യോമുക്തി കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ കിട്ടിയില്ല വരാം. കാരണം ജ്ഞാനി ആയാലും ഈ പ്രാരബ്ധകർമ്മം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇരിക്കണമല്ലോ. അല്ലാച്ചാൽ പ്രാരബ്ധകർമ്മം കഴിഞ്ഞാൽ എന്തായാലും അമൃതത്വം തന്നെ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് മോക്ഷം തന്നെ ലഭിക്കും എന്നുള്ളതാണ് വളരെ നല്ലൊരു ശ്ലോകം. പിന്നെ ഇത് തന്നെയാണ് നമ്മൾ കായന വാചകമൊക്കെ ചൊല്ലി നമസ്കരിക്കാറ്. സത്യം വദാമി മമ ഭൃത്യാദിവർഗമതുമർത്ഥം കളത്രഗൃഹ പുത്രാദിജാലമതും ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനും ഇഹ തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമഃ. നമുക്ക് 62 കൂടി നമുക്ക് ചെയ്യാം. ഹരനും വിരിഞ്ചനുമിതമരാധിനായകനുമറിയുന്നതില്ല തവ മറിമായ തന്മഹിമ അറിവായി മുതൽ
കരളിലൊരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ. ഈ ശ്ലോകത്തിൽ എങ്ങനെയാണ് ഈ സമ്പൂർണ്ണ ശരണാഗതി പ്രായോഗികമാക്കുക എന്നാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞതിൽ എന്താണ് സമ്പൂർണ്ണ ശരണാഗതി എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇതിൽ പറയണത് അങ്ങനത്തെ ഒരു സമ്പൂർണ്ണ ശരണാഗതി മനോഭാവം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ പ്രായോഗികമാക്കാം എന്നാണ് ഇതിൽ പറയണത്. അപ്പോൾ ഹരനും വിരിഞ്ചനും ഇത് അമരാധിനായകനും. അമരാധിനായകൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ അല്ലേ, അമരാധിപതി. ഹരൻ എന്ന് പറഞ്ഞാൽ ശിവൻ, വിരിഞ്ചൻ ബ്രഹ്മാവ്. അപ്പം ശിവനും ബ്രഹ്മാവിനും ഇന്ദ്രനും കൂടി തവ മറിമായതൻ മഹിമ, അങ്ങയുടെ മായയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ മഹത്വം അല്ലെങ്കിൽ മായയുടെ പൊരുള് അവർക്ക് മൂന്നാൾക്കും കൂടി അറിയുന്നതില്ല, അവർക്കും കൂടി പൂർണ്ണമായിട്ട് അറിവില്ല. എന്താ വെച്ചാൽ അവർ ഈ മായയിലത്തെ ഗുണത്തിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ഡ്യൂട്ടി ചെയ്യണത്. അതായത് ബ്രഹ്മാവ് രജോ ഗുണം ഉപയോഗിച്ചിട്ടാണ് സൃഷ്ടി ചെയ്യണത്. രജോ ഗുണത്തിൻ്റെ ഒരു പിന്നെന്താണ് ഒരു ലക്ഷണം തന്നെ ആക്ടിവിറ്റിയാണ്. അപ്പോൾ രജോ ഗുണം സ്വീകരിച്ചാലല്ലേ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രജോ ഗുണം സ്വീകരിച്ച് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു. പിന്നെ എന്താണ് ശിവൻ തമോ ഗുണം സ്വീകരിച്ച് സംഹാരം നടത്തുന്നു. അപ്പോൾ അവരെയും കുറച്ച് ബാധിക്കുന്നുണ്ട് മായ, കുറച്ചേ. പിന്നെ ഇന്ദ്രൻ തീർച്ചയായിട്ടും ഇന്ദ്രന് വിരോളവും ഇല്ല. ഇന്ദ്രന് സത്വഗുണം ഉണ്ട് എങ്കിലും രജോ ഗുണവും ധാരാളം ഉണ്ട്. അപ്പം എന്താ വെച്ചാൽ സത്വഗുണം മുഴുവൻ സത്വഗുണമല്ല, മഹാവിഷ്ണുവിനെ പോലെ പൂർണ്ണ സത്വഗുണ സ്വരൂപിയല്ല. ഇന്ദ്രനും അല്ല, ഇവർ മൂന്നാളും അല്ല. 3 ഗുണങ്ങളും പിന്നെ ഇന്ദ്രനും ശിവനും ബ്രഹ്മാവിനും ഒക്കെ 3 ഗുണങ്ങളും ഉണ്ട്. പക്ഷേ ഓരോ ആവശ്യത്തിന് സൃഷ്ടിക്ക് വേണ്ടി രജോ ഗുണം ഉപയോഗിക്കും, ആശ്രയിക്കും. സംഹാരത്തിന് വേണ്ടി തമോ ഗുണം ആശ്രയിക്കും. അപ്പം അത് കാരണം അതിൻ്റെ ഒരു നിഴല മായയുടെ നിഴൽ ഇവരെ ബാധിക്കുന്നത് കൊണ്ടാണ് അവർക്ക് മുഴുവൻ അറിയില്ല എന്ന് പറയുന്നത്. അത് നമുക്ക് പല കഥകളിലും വരുന്നുണ്ടല്ലോ അല്ലേ. കഥയിൽ ഇപ്പോൾ പിന്നെ മോഹിനിയുടെ വേഷം കെട്ടിയപ്പോൾ കാണണമെന്ന ആഗ്രഹം പറഞ്ഞു, ശിവന് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാൻ പറ്റിയില്ല അല്ലേ. അങ്ങനെയൊക്കെയാണല്ലോ. മോഹിനിയെ കണ്ട് മോഹിക്കൊക്കെ ചെയ്യുമല്ലോ, ഇന്ദ്രിയ നിഗ്രഹം പറ്റിയില്ല ശിവന്. അതുപോലെ തന്നെ ബ്രഹ്മാവിനെ കുറച്ച് നേരം മറന്നു ഭഗവാൻ. മഹാവിഷ്ണുവിൻ്റെ രൂപം പൂണ്ട് വൃന്ദാവനത്തിലുള്ള ആളാണെന്നൊക്കെ മറന്നിട്ട് പശുക്കുട്ടികളെയൊക്കെ മറയ്ക്കാനൊക്കെ നോക്കൂലോ ഭഗവാനെ. പിന്നെ ഭഗവാനെ ഒരു പാഠം പഠിപ്പിക്കാനൊക്കെ ഒരുങ്ങൂലോ പശുക്കുട്ടികളെ മറിച്ചിട്ട് അല്ലേ. പശുക്കുട്ടികളെയൊക്കെ മറിച്ച് ഗോപന്മാരെയും ഒക്കെ മറിച്ചിട്ടേ വത്സസ്തേയം അതാണല്ലോ. ബ്രഹ്മാവിനും അബദ്ധം പറ്റി. പിന്നെ ഇന്ദ്രന് പറയാനില്ല, ഇന്ദ്രന് അനവധി പ്രാവശ്യം പറ്റിയിരുന്നു അല്ലേ. ഇന്ദ്രനും നമുക്ക് ഉദാഹരണം ഭാഗവത്തിൽ തന്നെയാണെങ്കിൽ ഗോവർദ്ധനോദ്ധാരണം മഴ പെയ്യിച്ചു. ദേഷ്യായിട്ട് ഭഗവാൻ ഗോവർദ്ധനോദ്ധാരണം ചെയ്ത് 7 ദിവസം നിന്ന് ഇന്ദ്രനെ തോൽപ്പിച്ചുല്ലോ. അപ്പം അങ്ങനെ അവർക്ക് പോലും മായയുടെ അവർ ശരിക്കും പറയുന്നത് നമ്മളെപ്പോലെ അറിയായല്ല. അവിദ്യയിൽ മുഴുവൻ അവിദ്യയിൽ ഇന്നത്തെ റിഫ്ലക്ഷൻ അല്ല കേട്ടോ. പക്ഷേ എന്നാലും അവർക്കും പൂർണ്ണമായിട്ട് ഭഗവാന്റെ മഹത്വം അറിയില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയായിട്ടുള്ള മായയുടെ മഹത്വം അറിയില്ല. പിന്നെന്താ പറയണ വെച്ചാൽ അതാണ് ആദ്യത്തെ 2 ഇതിൽ പറഞ്ഞത്, അവർക്ക് കൂടി അറിയില്ല എന്ന്. പിന്നത്തെ 2 വരിയിൽ എന്താ വെച്ചാൽ 3 4 അറിവായി, അതായത് നിത്യശുദ്ധ ബോധമായിട്ട് മുതൽ കരളിൽ ആദ്യം തൊട്ടേ ജനിച്ചപ്പം തൊട്ട് നമ്മുടെ ബോധസ്വരൂപമായിട്ട് ഒരുപോലെ നിന്നരുളുന്നു. ഒരിക്കലും ഒരു വ്യത്യാസമില്ലാതെ ഏറ്റക്കുറച്ചിലില്ലാതെ സ്വയം പ്രകാശ സ്വരൂപിയായിട്ട് നമ്മൾ ജനിച്ചപ്പം തൊട്ട് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്. ആ പരജീവനിൽ ആ പരമാത്മാവ്, ഇതിനെ അറിയാതെയാണല്ലോ നമ്മളെ പരമാത്മാവിൻ്റെ, അതായത് പരമാത്മാവിൻ്റെ അംശം തന്നെയായിട്ടുള്ള ജീവാത്മാവിൽ പരജീവനിൽ എന്താ പരമാത്മാവ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു മായയിലത്തെ ഒരു പ്രതിബിംബമാണ് പരമാത്മാവിൻ്റെ അംശമാണെങ്കിൽ. അങ്ങനെ പരമാത്മാവിൻ്റെ അംശം തന്നെയായിട്ടുള്ള ജീവാത്മാവിൽ തെളിയുക. എന്ത് തെളിയുക? ആ പരമാത്മാവ് തെളിയട്ടെ എന്ന്. ആ പരമാത്മാവിൻ്റെ പൂർണ്ണ സ്വരൂപം, അഖണ്ഡ സ്വരൂപം തെളിയാൻ ഇടവരട്ടെ. ഹരിനാരായണായ നമ എന്നാണ്. അപ്പോൾ ഞാൻ ഉദിക്കട്ടെ എന്ന് തന്നെയാണ് അർത്ഥം. അതായത് എൻ്റെ ദേഹാഭിമാനം പോയി ഞാൻ ഉദിക്കട്ടെ എന്ന് തന്നെയാണ് ചുരുക്കത്തിലർത്ഥം.
ഈ രണ്ട് വരിയുടെ അവസാനത്തെ 2 വരിയുടെ ആദ്യത്തെ 2 വരിയുടെ നമ്മൾ പറഞ്ഞുവല്ലോ, ശിവനും ബ്രഹ്മാവിനും ഇന്ദ്രന് പോലും അങ്ങയുടെ മഹത്വം അല്ലെങ്കിൽ മായയുടെ മഹത്വം അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഈ ബോധസ്വരൂപം എപ്പോഴും അഖണ്ഡമാണ്, മുറിയില്ല. അതെന്നും ഒരുപോലെ നിൽക്കണതാണ് അല്ലേ? ബ്രഹ്മം എന്നും അതാണല്ലോ സത്യം എന്ന് പറയണത്. എന്നും ഒരുപോലെ പരിണാമമില്ല, വളർച്ചയില്ല, തളർച്ചയില്ല, മാറ്റമില്ല, ഒന്നുമില്ല. എപ്പോഴും അഖണ്ഡമായിട്ട് നിൽക്കണതാണ്. ആ അഖണ്ഡബോധ സ്വരൂപത്തിൻ്റെ മായയിലെ പ്രതിബിംബമാണല്ലോ ജീവാത്മാവ്. നമ്മളെ മായയിലെന്ന് പറഞ്ഞാൽ പോരാ, അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലെ പ്രതിബിംബമാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് അവിദ്യ ഉണ്ട്, അജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവാന്ന് മറന്ന ആത്മവിസ്മൃതി ഉണ്ട് നമുക്ക്. കാരണം മായ ആവരണം ചെയ്യും, എന്നിട്ട് ആ സ്ഥാനത്ത് ഇല്ലാത്തതൊന്നിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയാണല്ലോ വിക്ഷേപം, സൂപ്പർ ഇമ്പോസ്. അപ്പോൾ ഈ അവിദ്യാസ്വരൂപിണിയിലത്തെ പ്രതിബിംബം ആവുകൊണ്ട് നമുക്ക് ആ പരമാത്മാവിനെ നമുക്ക് മറക്കുകയാണ് നമ്മൾ. എന്നിട്ട് അപ്പോൾ ഈ ജീവാത്മാവ് മായയുടെ അധീനമായിട്ട് ഞാൻ വേറെ, താൻ വേറെയാണ് എന്ന ഭേദഭാവനയ്ക്ക് അധീനനാകുകയാണ്. മായയിലെ ഗുണങ്ങൾക്ക് മായയ്ക്ക് അതീതമായി പോകുന്നത് വരെ ഈ ജീവാത്മാവിന് ഈ ദ്വൈതഭാവം, ഞാൻ വേറെ എന്നുള്ള ദ്വൈതഭാവം നിലനിൽക്കുക ചെയ്യും. അതുപോലെയാണ് ഇപ്പോൾ ബ്രഹ്മാവൊക്കെ ശരിക്കും വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെയാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ബ്രഹ്മാവിനും ശിവനും ഒക്കെ ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഞാൻ ആത്മാവാണ്, നമ്മളെപ്പോലെ ദേഹാഭിമാനികളല്ല. കാരണം വിദ്യാസ്വരൂപിണിയത്തെ റിഫ്ലക്ഷനാണ്. എങ്കിൽ പോലും ഈ മായയിലത്തെ രജോ ഗുണവും തമോ ഗുണവുമായിട്ട് ചേർച്ച വേണം അവരുടെ ഈ കർമ്മം നിർവഹിക്കാൻ. ആ ചേർച്ചയിൽ ചിലപ്പോൾ ആത്മവിസ്മൃതി ഉണ്ടായിട്ട് ഭഗവാന്റെ മായയുടെ മഹത്വം മനസ്സിലാക്കാൻ പറ്റാതിരിക്കും. അതേതുപോലെ വെച്ചാൽ ഒരു ക്രിസ്റ്റൽ ഉണ്ടെന്ന് വെച്ചോളൂ, നല്ല പ്യുവർ ക്രിസ്റ്റലാണ്, നല്ല പരിശുദ്ധമായിട്ടുള്ള സ്ഫടികം എന്നോ എന്താ മലയാളത്തിൽ പറയണത്, സ്ഫടികമാണെന്ന് വെച്ചോളൂ. അതിന് ശരിക്കും ഒറിജിനലി അതിന് കളറൊന്നുമില്ല. അതുപോലെയാണ് ശിവനും ബ്രഹ്മാവ് കേട്ടോ. പക്ഷേ അതിൻ്റെ അടുത്തൊരു ചുവപ്പ് പൂവോ ഒരു നീലപ്പൂവോ ഒരു മഞ്ഞപ്പൂവോ വെച്ചു വെച്ചാൽ ആ പൂവ് അടുത്തിരിക്കണോടത്തോളം സമയം അതിന് ആ കളർ കാണുമല്ലോ നമ്മളെ ക്രിസ്റ്റലിൽ, അല്ലേ? ആ സ്ഫടികത്തിൽ ഈ കളർ പ്രതിഫലിക്കുമല്ലോ. അപ്പം അതുപോലെ ഇവർക്കും ഈ മായത്ത് ഗുണങ്ങളായിട്ട് ചേർച്ച ഉണ്ട് അവർക്ക്. കാരണം സൃഷ്ടിക്കും സംഹാരത്തിനുമായിട്ടേ. ഓഫ് കോഴ്സ് ഇന്ദ്രനും ഉണ്ട് രജോ ഗുണമായിട്ട്. അപ്പോൾ അത് കാരണം ശരിക്കും അവർ പ്യുവറാണ്, വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായത്തെ റിഫ്ലക്ഷനാണ്. അവർക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ആ ബ്രഹ്മത്തിനെയും ബ്രഹ്മശക്തിയും അവർക്ക് അറിയില്ല. ഈ മായത്ത് ഗുണങ്ങളായിട്ടുള്ള ചേർച്ച കൊണ്ടാണെന്നാണ് ഇതിൽ പറയണത്. അതായത് നമ്മൾ ആ ക്രിസ്റ്റലിൻ്റെ ഒക്കെ ഒരു ഉദാഹരണമൊക്കെ നമ്മൾ ഭാഗവതത്തിൽ ഏകാദശത്തിലൊക്കെ നമ്മൾ വന്നു അതൊക്കെ. അപ്പോൾ ഈ ദ്വൈതഭാവം നമുക്ക് മായയിലെ ഗുണങ്ങൾക്ക് അതീതമായി പോകുന്നവരെ, ഗുണാതീതനാവുന്നവരെ ഈ ദ്വൈതഭാവം ഉണ്ടാവും. അപ്പോൾ അപ്പോൾ ഈ ഇന്ദ്രനും ബ്രഹ്മാവിന് പോലും ഗുണസമ്പർക്കം കാരണമാണ് ഈ ഗുണാതീതനായിട്ടുള്ള അഖണ്ഡബോധസ്വരൂപത്തിൻ്റെ മായാശക്തി മഹത്വം മുഴുവൻ അറിയാത്തത്. മിക്ക സന്ദർഭങ്ങളിലും നമ്മളെപ്പോലെ അവരെ കാര്യമായിട്ട് ഈ മായ ബാധിക്കില്ല വെച്ചാലും ദുർലഭം അവരും മായയ്ക്ക് അധീനന്മാരാവും. നമ്മളത് കണ്ടുല്ലോ അല്ലേ, മോഹിനിയുടേതൊക്കെ. അതായത് ആ ഗുണസമ്പർക്കം കാരണം അവർക്ക് പോലും ഭഗവാന്റെ മഹത്വം മുഴുവൻ അറിയില്ല എന്നാണ് ഈ ആദ്യത്തെ 2 വരിയിൽ. ഇനി പിന്നത്തെ വരിയിൽ പറയണതാണല്ലോ ഇപ്പം നമ്മൾ പറയണത്. ദേഹാഭിമാനം പൂർണ്ണമായിട്ട് വിട്ടുമാറിയാലേ നമുക്ക് ആ പരമാത്മ ഐക്യം നമുക്കുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ അംശഭാവം മാറി പൂർണ്ണഭാവം തെളിയണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഞാൻ പരമാത്മാവിൻ്റെ അംശമാണ്, ഞാൻ വേറെയാണെന്നുള്ള ബോധം ഇല്ലാതെയായി ഞാൻ ആ പൂർണ്ണമായ പരമാത്മ ചൈതന്യം തന്നെയാണ് ഞാൻ എന്നുള്ള ആ ബോധം എനിക്ക് തെളിയണേ. അതിന് ഈശ്വരകൃപ വേണം.
ഇപ്പം ഈ രജസ്തമോ ഗുണങ്ങളെ അകറ്റി, ആദ്യം നമ്മളെ 3 ഗുണങ്ങളല്ലേ, രജസ്സിനെയും തമസ്സിനെയും അകറ്റി നമ്മൾ സത്വഗുണപ്രധാനിയാകണം ആദ്യം. പിന്നെ ആ സത്വഗുണം മാത്രമാകുമ്പോൾ ഇങ്ങനെ പ്രകാശിക്കും. എന്നിട്ട് ആ സത്വഗുണം കൊണ്ട് പരിശുദ്ധമായ മനസ്സിൽ ഈ ദ്വൈതഭാവം പതുക്കെ മാറി ആ പരമാത്മാവാണ് ഞാൻ എന്നുള്ള ഭാവം ഉദിക്കണം. അതുകൊണ്ടാണ് എന്താ അറിയോ, അങ്ങനെയും കൂടിയും പറയും, ബ്രഹ്മജ്ഞാനികൾ ശരിക്കും ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു എന്ന് പറയും. അവർ ശരിക്കും ജ്ഞാനം ശരിക്കും ഉദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗുണാതീതമായ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. അതായത് ബ്രഹ്മത്തിനെ ആരാധിച്ച് അവർ ബ്രഹ്മം തന്നെ ആയിത്തീരും. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഭഗവാൻ പല ദിക്കിലും അദ്ദേഹം പറയൂലോ, ബ്രാഹ്മണർ ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് അവരെന്ന് പറയും. അതുകൊണ്ടാണ്. കാരണം ബ്രഹ്മജ്ഞാനികളെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അവർക്ക് ജീവഭാവം ഇല്ല, ദേഹാഭിമാനം പൂർണ്ണമായിട്ടും വിട്ടവരാണ്. അത്ര തന്നെ വിട്ടവരല്ല. അപ്പം അതായത് ശിവനും ബ്രഹ്മാവ് പോലും പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല. ബിക്കോസ് അവർക്കിത് ചെയ്യണം, അതുകൊണ്ട് അവരുടെ പിന്നെ ഡ്യൂട്ടി ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഈ ശ്ലോകത്തിൽ 3-4 വരിയിൽ എന്താണ് എഴുത്തച്ഛൻ്റെ പ്രാർത്ഥന വെച്ചാൽ, ഈശ്വര ആ അംശഭാവം മാറിയിട്ട് എനിക്ക് ആ പൂർണ്ണഭാവം എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് പ്രകാശിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ജ്ഞാനം ഉദിക്കണേ എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഞാൻ ആത്മാവാണ് ഞാൻ ആ പരമാത്മാവ് തന്നെയാണെന്ന് എന്ന അനുഭവം എനിക്കുണ്ടാക്കി തരണേ എന്ന് തന്നെയാണ് ഇൻഡയറക്റ്റായിട്ട് ഈ 3-4 വരി കൊണ്ട് പറഞ്ഞത്. കാരണം അറിവായി മുതൽ കരളിൽ ഒരുപോലെ നിന്നരുളും. അതായത് എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ, ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ സ്വയം പ്രകാശസ്വരൂപനായി പ്രകാശിക്കുന്ന ആ പരമാത്മാവിനെ അറിയാതെ ഈ പരജീവന്, ഞാൻ ജീവാത്മാവാന്ന് വിചാരിച്ചും കൊണ്ടിരിക്കുന്ന എന്നിൽ ആ അംശഭാവം മാറി പൂർണ്ണഭാവം തെളിയണേ, ഹരിനാരായണായ നമ എന്നാണ് ഇതിൽ. വളരെ ഇതും എന്ത് രസമാണല്ലേ, വളരെ വലിയ തത്വങ്ങൾ ചെറിയതിൽ പറയുകയാണ്. അപ്പം ഞാൻ 62 വായിച്ചപ്പോൾ നിർത്താം. ഹരനും വിരിഞ്ചനുമിതമരാധിനായകനും അറിയുന്നതില്ല തവ മറിമായ തന്മഹിമ, അറിവായി മുതൽ കരളിൽ ഒരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.